ഹായ് എവരിവൺ, എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മിഥുൻ, എൻ്റെ ഫ്രണ്ട് ഷഫീഖ്. നമ്മളിന്ന് പോകാൻ ആഗ്രഹിക്കുന്നത് അബുദാബിയിലെ വെസ്റ്റേൺ റീജിയനായ ഷുവൈഹാത്ത് ഐലൻഡാണ്. അബുദാബിയിൽ നിന്ന് ഒരു 266 കിലോമീറ്ററോളം ദൂരം യാത്രയുണ്ട്. ഞങ്ങൾ അങ്ങോട്ടാണ് പോകാൻ ആഗ്രഹിക്കുന്നത്. ബാർബിക്യൂവിന് പറ്റിയൊരു പ്ലേസ് ആണെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആണ്. നമുക്ക് ഡെസേർട്ട് ഐലൻഡ് ആണെന്നാണ് കേട്ടിരിക്കുന്നത്. നല്ല കുളിക്കാനൊക്കെ പറ്റിയ സൗകര്യങ്ങളുണ്ടെന്ന് അറിഞ്ഞു. ഒന്നും ക്ലിയർ ആയിട്ടറിയില്ല എന്താണെന്ന്. നമ്മളെന്തായാലും പോയി കണ്ടേച്ച് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് പറയാം. എന്നാലും നമുക്ക് എല്ലാവർക്കും നേരെ ഷുവൈഹാത്ത് ഐലൻഡിലോട്ട് പോകാം. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഷുവൈഹാത്ത് ഐലൻഡിലോട്ട്. പോകുന്ന വഴിക്ക് രണ്ട് സൈഡും കടലാണ്. രണ്ട് സൈഡും കടലിന് നടുക്കൂടുള്ള റോഡിലൂടെയാണ് പോകുന്നത്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങളെ. ഈ രണ്ട് സൈഡും കടലാണ്. ഈ സൈഡും കടലാണ്, ഇപ്പുറ സൈഡും കടലാണ്. രണ്ട് സൈഡും കടലിന് നടുക്കൂടുള്ള ഒരു ചെറിയൊരു വേ ആണ് അങ്ങോട്ട് പോകുന്നത്. നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യുമ്പോഴും അറിയാൻ പറ്റും. കറക്റ്റ് നമ്മൾ കടലിന് നടുക്കൂടെ പോകുന്നതായിട്ട് കാണാൻ പറ്റും. നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഫീലൊക്കെ ഉണ്ട്. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് കേട്ടോ. എന്തായാലും കിടിലൊരു ബീച്ചാണ്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർത്താണ്, കുഴപ്പമില്ല. കുറച്ച് ഓഫ് റോഡൊക്കെ ഉണ്ട്. കൂടുതലും ഞങ്ങൾ പ്രിഫർ ചെയ്യുന്ന 4 വീലർ ഡ്രൈവ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഞങ്ങൾ സെഡാനിനകത്ത് വന്നതെങ്കിലും 4 വീലർ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല പ്രിഫർ ചെയ്യാൻ, പെട്ടെന്ന് വരാൻ പറ്റും. ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു ഗുഹയിൽ കയറിയിരിക്കുകയാണ്. കാണാൻ ഗുഹയിൽ അകത്തുനിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം. ഹായ്, സൂപ്പർ വ്യൂ ആണ് കേട്ടോ ഇതിൻ്റെ അകത്തുനിന്നുള്ള വ്യൂ. നിങ്ങളവിടെ അല്ലേ? അങ്ങനെ പുറത്ത് ഭയങ്കര ചൂട്. ഞങ്ങളിപ്പോൾ വന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 5:15 തന്നെയാണ് ഞങ്ങളിവിടെ എത്തിയത്. ഇങ്ങോട്ട് വരുന്ന ട്രാവൽ കുറച്ച് റോഡ് കുറച്ച് മോശമാണ്, കുറച്ച് സ്ലോയിലാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളുടെ വണ്ടി സെഡാനും കൂടി ആയതുകൊണ്ട് ഞങ്ങൾ വളരെ സ്ലോയിലാണ് വന്നത്. 4 വീലർ ആകുമ്പോൾ പെട്ടെന്ന് വരാൻ പറ്റും, കുഴപ്പമില്ല. പിന്നെ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന അടിപൊളി ഇപ്പോൾ ഒരു അകത്തോട്ടൊരു ഗുഹയിലോട്ട് കയറിയിരിക്കുകയാണ്. വെളിയിൽ ഭയങ്കര ചൂടായതുകൊണ്ട് കുറച്ചുകൂടെ തണുപ്പായിട്ട് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങി ഒന്ന് കുളിക്കാം എന്നുള്ള ധാരണ ഞങ്ങളിപ്പോൾ അവരോടെ ഇപ്പോൾ ഉണ്ട്. ഞാനിങ്ങനെ കുറേ ഷോട്ടൊക്കെ എടുത്ത് ഇങ്ങനെ ഇതിനകത്ത് ഇരിക്കുകയാണ്, ഗുഹയിലകത്ത് ഇരിക്കുകയാണ്. ഇവിടെ നല്ല തണുപ്പുണ്ട്. വെളിയിൽ നല്ല ചൂട്, ഇതിനകത്തോട്ട് കയറുമ്പോൾ നല്ല തണുപ്പാണ്. ഇതേപോലെ ഗുഹകളാണ് എല്ലായിടത്തും കാണാൻ പറ്റുന്നത്. ഒരുപാട് ഈ മണ്ണാണ്, എന്ത് മണ്ണെന്നറിയില്ല, ഇതാണ് മെയിൻലി കാണുന്നത്. നല്ല രസമാണ് കേട്ടോ. ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ സ്ഥലമാണ്. എല്ലാവർക്കും വന്ന് ചൂസ് ചെയ്യാം. കാരണം ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണ്. കാരണം ഈ പാറക്കഷ്ണങ്ങളും ആ ലാൻഡും പിന്നെ കടലിലെ വെള്ളം അധികം വലിയ നടന്നാൽ കാണിച്ചു തരാം. വലിയ വെള്ളമില്ല. ആൾക്കാരൊക്കെ അവിടെ നടക്കുന്നുണ്ടല്ലേ, അവരെ മുട്ടുമ്പൊക്കത്തിനേ വെള്ളമുള്ളൂ, വലിയ ആഴത്തിൽ വെള്ളമില്ല. അതുകൊണ്ട് ഒരു പറ്റിയ ഫാമിലി ആയിട്ട് വന്നാലും കുട്ടികൾക്കൊക്കെ ഇറങ്ങി വെള്ളത്തിൽ കളിക്കാൻ വലിയ ഡേഞ്ചർ ഒന്നുമില്ല, നമുക്ക് പറ്റിയ സ്ഥലമാണ്. പക്ഷെ അവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, നല്ല ദൂരം ഉണ്ടെന്നുള്ളൊരു കുഴപ്പമേ ഉള്ളൂ. ഇഷ്ടം ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ഒരു സ്ഥലമാണ്.
ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ ആൾക്കാരൊക്കെ ബാർബിക്യൂ ബിബിക്യൂ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ബിബിക്യൂ ചെയ്യുന്നുണ്ട് ആൾക്കാർ. എന്തായാലും നമുക്ക് കുറച്ച് പോയി ബാക്കിയുള്ള കാഴ്ചകൾ കണ്ടേച്ച് വരാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം. നിങ്ങൾക്ക് കാണാം ഇവിടെ ലേഡീസൊക്കെ വരുന്നുണ്ട്. ലേഡീസിന് കുഴപ്പമൊന്നുമില്ല, ഫാമിലീസൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഇവിടെ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. കാണാം ആൾക്കാരെയൊക്കെ ഇഷ്ടംപോലെ, ലേഡീസിനെയും ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന സാധിക്കും. വലിയ ആഴമൊന്നുമില്ല, വെള്ളത്തിന് വലിയ ആഴമില്ല. ഞങ്ങൾ കരുതി ചൂടായതുകൊണ്ട് വെള്ളം കുറവായിരിക്കും എന്ന് കരുതിയാണ് വന്നത്. പക്ഷേ അധികം വെള്ളം കുറവൊന്നുമില്ല, ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട്. അങ്ങനെ എന്തായാലും ഞങ്ങൾ വെള്ളത്തിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നല്ല വെള്ളത്തിന് വലിയ ചൂടില്ല, നല്ല തണുപ്പുണ്ട്. വെള്ളത്തിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. വലിയ ആഴമൊന്നുമില്ല, ഇത്രയും ആഴമുള്ളൂ. തൊട്ട് പോയി കഴിഞ്ഞാൽ ആരും കാണും. ഇത്രയും ഒരാഴേ ഉള്ളൂ. കല്ലൊക്കെ ഉണ്ട്, ചെറിയ നടക്കാൻ വെച്ച് ബുദ്ധിമുട്ടുണ്ട്. ചെറിയ കല്ലും ആഴം കൂടിയും വന്നതൊക്കെ നിൽക്കുക. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുക ഞാൻ. അവരും ഫോണിലൊക്കെയാണ്, അവരിങ്ങോട്ട് വരുന്നേ ഉള്ളൂ. കാണാം നമുക്ക് വണ്ടികളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും നിങ്ങൾ വന്ന് ഇവിടെ ഒന്ന് കാണണം, മിസ് ചെയ്യരുത്. പ്രത്യേകിച്ച് റുവൈസിലുള്ളവർക്ക് അടുത്താണ്, വെറും 48 കിലോമീറ്ററേ ഉള്ളൂ റുവൈസിൽ നിന്ന്. റുവൈസ് നേരെ വന്ന് റുവൈസ് മാളും കണ്ട് നേരെ റുവൈസിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വെച്ച് പിടിച്ചാൽ മതി, കറക്റ്റായിരിക്കും. എങ്ങനെയുണ്ട്? എല്ലാം ഇഷ്ടപ്പെട്ടോ? പറ്റിയൊരു ആംബിയൻസ് ആണ് കേട്ടോ, നല്ലൊരു ആംബിയൻസ് ആണ്. കാരണം വലിയ ശല്യങ്ങളൊന്നുമില്ല, വലിയ ആൾക്കാരൊന്നുമില്ല. ഫോട്ടോഗ്രാഫിക്കായാലും ഒന്നിനായാലും വലിയ ആളൊന്നുമില്ല, തിരക്കൊന്നുമില്ല. നമുക്ക് അതുകൊണ്ട് ഫോട്ടോഗ്രാഫി ആയാലും അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും, ഒരു കുഴപ്പമൊന്നുമില്ല. ആണ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോവാം. ദൂരത്തോട്ട് പോകണ്ട കാര്യം, കാരണം സേഫ്റ്റി ഗാർഡോ അങ്ങനൊന്നും ഇല്ല, ആരും ഇവിടെ ഇല്ല. അതുകൊണ്ട് നമ്മളിവിടെ തിരമാല ഒന്നുമില്ല, നാട്ടിലാണെങ്കിൽ വലിയ തിരയൊന്നുമില്ല. അത് വേറൊരു കാര്യം. ഇവിടെ ഇത്രയും വെള്ളമുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേന് കുറച്ച് വെള്ളമുണ്ട്. എന്നാലും നമ്മൾ വെള്ളത്തിൻ്റെ മുകളിലുള്ള കാഴ്ചകളൊക്കെ കണ്ടല്ലോ, നമുക്കിനി താഴത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത്. കൂട്ടത്തിൽ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്നും ഞാൻ എൻ്റെ വീഡിയോസ് ആഴ്ചയിലെങ്കിലും ഒരു വീഡിയോ ഇടാറുണ്ട്. ആ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നടത്തും. മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ട്രാവൽ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. എന്നെ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു, ബൈ.